ഹലോ. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ തീരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ആർക്കും റിപ്ലൈ തരണമെന്നോ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അവർക്ക് ആർക്കും ഞാൻ റിപ്ലൈ ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യം കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നു. ഇതിനൊരു റിപ്ലൈ നിങ്ങൾക്ക് തരണമെന്ന് എനിക്ക് തോന്നി. കുറേ പേര് ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഫോട്ടോസ് ഇടുന്നുണ്ട്, വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മോഡലിംഗ്, റാമ്പ് വാക്ക്, അതൊക്കെ എൻ്റെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് താൻ ഇതൊക്കെ ചെയ്യുന്നത്, താൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ എന്ത് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്കൊരു ഫോൾ ഡൗൺ അല്ലെങ്കിൽ ഒരു സെറ്റ് ബാക്ക് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു ഡിപ്രഷൻ, ആ ഒരു മൈൻഡിലേക്ക് നമ്മൾ പോവും. അപ്പോൾ നമ്മളതിൽ കണ്ടിന്യൂ ചെയ്യണം എന്നാണോ? അല്ലല്ലോ. നമ്മൾ അഫ്കോഴ്സ് നമ്മളതൊക്കെ ഓവർകം ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മുടെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിലാണ്. നമ്മുടെ ഹാപ്പിനെസ് വേറൊരാളാണെന്നുള്ളൊരു കാര്യം വിചാരിക്കില്ലേ? ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് എനിക്ക് തന്നെയാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് എൻജോയ് ചെയ്യുന്ന, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നു. നോർമലി ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ പേഴ്സണ് പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ അതായത് മീൻസ് എന്നെപ്പോലുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് അതൊരു നടക്കാത്ത സംഭവമാണ്. അല്ലെങ്കിൽ അത് നമ്മൾ ഹാപ്പി ഇരിക്കുമ്പോൾ അത് വലിയൊരു തെറ്റാണ്. അങ്ങനെയുള്ള കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ കുറേ പേര്. പക്ഷെ കുറച്ച് പേര് അങ്ങനെയല്ല കേട്ടോ. കാരണം കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചേക്കുന്നത് അവർ ഈ ഒരു സിമിലർ മോഡലിലൂടെ കടന്നു പോകുന്നത്, അവർക്ക് ഹാപ്പി ആവാൻ പറ്റുന്നില്ല, അവർക്കൊന്നും ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത്, ആ ഒരു മൈൻഡിലാണ് കുറേ പേര് ചോദിച്ചിരിക്കുന്നത്. ഒരാളുടെയും പേര് ഞാനിവിടെ കറക്റ്റ് എടുത്ത് പറയുന്നില്ല. ഇന്ന ഒരാളാണ് പറഞ്ഞത്, എനിക്കിങ്ങനെ അറിയുന്ന ആളാണ്, എന്തായത് അതൊന്നും പറയാൻ ഞാൻ അവിടെ ആഗ്രഹിക്കുന്നില്ല. അതൊന്നും ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇത് ഇത്ര പറഞ്ഞെന്നുള്ളൂ. നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലാണ്. നമ്മൾ ഹാപ്പി ആയിട്ട് മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു ഇച്ചിരി ഉള്ളൂ. നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും തീർന്നു പോകുന്നൊരു സംഭവമാണ് ലൈഫ്. അതിൻ്റെ ഇടയിൽ ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ വരും. പക്ഷേ നമ്മളെല്ലാം ഓവർകം ചെയ്ത് നമ്മുടെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് നമ്മൾ പോവുക. ഓക്കെ, അത്രയ്ക്കുള്ളൂ. ബൈ ബൈ.